ഓക്കെ ഡിയർ സോൾസ്, എല്ലാ പുണ്യാത്മാക്കൾക്കും നന്ദി. ഇന്ന് നമ്മുടെ 60ാമത്തെ ദിവസമാണ്. 60 ഡേ. എല്ലാവർക്കും ഈ അത്ഭുതം ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇതിലിങ്ങനെ ഈ ആളുകൾക്ക് ഇതൊക്കെ സംഭവിക്കണത്, മാറ്റമൊക്കെ വന്നത് എങ്ങനെയാണ്, ഇതിലെന്താണ് ഒരു നിഗൂഢത ഇന്ന് അതിന്റെ ചുരുളഴിക്കണം. ഏ എല്ലാവരുടെ ഉള്ളില് ഈ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുക്കാതെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ പങ്കെടുത്തിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു ഒരാഴ്ച. അതിനുശേഷം ഇട്ടിട്ട് പോയ ആൾക്കാരുണ്ട് പേടിച്ചിട്ട്. അവരോടൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല ഇത്. ഇതിനകത്ത് സ്ഥിരമായി തുടരുന്ന ആളുകളോട് പറയാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. അവർ ക്ഷമയോടുകൂടിയും അച്ചടക്കത്തോടു കൂടിയും മര്യാദയോടു കൂടിയും കാത്തിരിക്കുന്നവർക്ക് മാത്രമേ എന്താണെന്ന് അറിയാനുള്ള യോഗ്യത പോലും ഉണ്ടാവും. ഭയങ്കര ഓളം ഉണ്ടാക്കി ഞാനിപ്പോ ഇതെല്ലാം മലമറിച്ച് കളയും. എന്തൊക്കെ മെസ്സേജാ വന്നതെന്ന് അറിയാവോ? ഞാൻ സാർ എന്നാ വേണ്ടത്, എന്നാ നമുക്ക് ചെയ്യണേ ഇനി എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ടിരിക്കുന്ന എന്താണ് ഈ പ്രോസസ്സിലൂടെ നടക്കുന്നത്, എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ 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 പലതും നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമല്ല ഈ പ്രോസസ്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ന് വെച്ച് നിങ്ങൾ ഭൗതികമായ നേട്ടം അനുഭവിക്കാതിരിക്കുകയും വേണം. കഷ്ടപ്പാടിന്റെ യുഗം കഴിയുകയാണ്, അത് തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഗുണങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഡെവലപ്മെന്റ്, നമ്മളൊരു ഒരു ഒരു ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണ്, നമ്മളൊരു ഒരു ക്ലാസ് മാറുകയാണ്. ആ ക്ലാസ് മാറുന്നതും നമ്മൾ ഫീൽ ചെയ്യണം. അല്ലാതെ വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് എന്റെ അസുഖം മാറണം, എനിക്ക് സ്ഥലം വിൽക്കണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് മാത്രമല്ല. അത് 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 ഇറ്റ്സ് പോസിബിൾ, അത് നടക്കും, അത് നടക്കും. സമ്പത്ത്, ബന്ധങ്ങൾ, ആരോഗ്യം, എല്ലാം 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 നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം ലഭിക്കും. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് പെട്ടെന്ന് ലഭിക്കും. വിശ്വാസം സംശയങ്ങൾക്കനുസരിച്ച് പതിയെ ലഭിക്കും. പക്ഷെ അത് മാത്രമല്ല ഇവിടുത്തെ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ജീവിത ലക്ഷ്യം അതിനേക്കാളെല്ലാം വലുതാണ്. ഇവിടെ എന്തെങ്കിലും നേടുന്നതിലാണോ കാര്യം? അതിനേക്കാളല്ല, നിങ്ങളുടെ ആത്മാവിന്റെ തലം ചേഞ്ച് ചെയ്യാണ്. തലം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു കണ്ണാടിയായിട്ടാണ്. കണ്ണാടി കൃത്യമായി മനസ്സിലാക്കുക. ഒരിക്കലും എന്നെ ഒരു ദിവ്യനായിട്ട് നിങ്ങൾ, ദിവ്യത്വമുണ്ട്, ദിവ്യത്വം ഇല്ലാതില്ല. ദിവ്യത്വം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ചിലരിൽ കൂടിയിരിക്കും, ചിലർ കുറഞ്ഞിരിക്കും. അത് അവരുടെ സറണ്ടറിനനുസരിച്ചാണ്. നിങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവ്യനായി മാറും. എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിട്ടുപോകാന്നല്ല. ഞാൻ എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു സറണ്ടറിങ്, അതിനപ്പുറത്തുള്ളൊരു സറണ്ടറിങ്. ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. മറിച്ച് ഒരു കണ്ണാടി, ഒരു കണ്ണാടി, ഒരു കണ്ണാടിയായിട്ടാണ് എന്റെ സംസാരവും എന്റെ പ്രവൃത്തിയും എല്ലാം. ഒരു കണ്ണാടി. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യരെല്ലാം നമ്മളൊരു ഒരു സൂര്യൻ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു കണ്ണാടി വെക്കുകയാണ്. സൂര്യൻ ഒന്നേ ഉള്ളൂ.
കണ്ണാടിയെല്ലാം പൊട്ടിച്ചിതറി കഴിഞ്ഞാലും ഓരോ പൊട്ടിച്ചിതറിയ കണ്ണാടിയിലും ഓരോ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അതാണ് നിങ്ങളെല്ലാരും. അതിൽ നിന്നൊരു കണ്ണാടി അതിൽ നിന്നൊരു കണ്ണാടി നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇത് നിങ്ങൾ സൂര്യനാണ്. സൂര്യനാന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ എടുക്കരുത് കേട്ടോ. അത്രയും ചിന്താശേഷി ഇല്ലാത്ത ആരെങ്കിലും ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് സൂര്യൻ എന്നല്ല എടുക്കേണ്ടത്. ഒന്നേ ഉള്ളൂ. അതിൽ നിന്നും അടർന്നു വീണ കണ്ണാടികൾ ഒരുപാടുണ്ട്. അതിൽ ഒരുപാട് പേരെ കാണിക്കും. അതിൽ നിന്നും ഒരു കണ്ണാടി എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളോട് പറയുവാണ് നിങ്ങളും ഈ കണ്ണാടിയാണ്, അതിന്റെ ഭാഗമാണ്. നിങ്ങൾക്കും ആ കണ്ണാടിയെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈനിറ്റിയെ, അത് ഈ കാലഘട്ടത്തിൽ ഓരോ കാലത്തിനനുസരിച്ച് അതിന് ഭാവഭേദമുണ്ട്. ചില കാലത്തിൽ ഇത് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എത്ര പറഞ്ഞു കൊടുത്താൽ. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക യുഗത്തിൽ, ഈ റോബോട്ടിക് യുഗത്തിൽ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയും, അത് അനുഭവിക്കാൻ കഴിയും, അതിനെ മനസ്സിലാക്കാൻ കഴിയും. വളരെ ലളിതമാണ്, പക്ഷെ എളുപ്പമല്ല. ഈ പണിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കുന്നത്. ആ പണി നിങ്ങൾ പലരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നിർഭയത്വം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ നട്ടലിൽ ഒരു ധൈര്യം ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലരുടെ രോഗങ്ങൾ അലിഞ്ഞില്ലാതാകെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മുമ്പായിരുന്ന ഒരാളെ അല്ല നിങ്ങൾ ഇപ്പോൾ പലരും ഇതിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന പലരും. ഇത് എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിട്ടല്ല. അങ്ങനെയാണ് ഈ രാവിലെ മുതൽ നിങ്ങളെ കൊണ്ട് ഫീഡ്ബാക്ക് ഇങ്ങനെ പറയിച്ചുകൊണ്ടിരുന്നാൽ മതി. വെറുതെ ഫീഡ്ബാക്ക് പറയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ കുറെ സംഭവങ്ങൾ നോട്ട് ചെയ്ത് വരും. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നുമല്ല. അതൊന്നുമല്ല. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സമർപ്പിക്കാൻ. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സമർപ്പിക്കാൻ. ആർക്കാണ് സമർപ്പിക്കുന്നത്? എനിക്കല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നിലല്ല. മറിച്ച് എല്ലാ രോഗശാന്തിയുടെ പിന്നിലെയും, എല്ലാത്തിന്റെയും പിന്നിലെ ആ ഉറവിടത്തിന്, പേരില്ലാത്ത ആ രൂപത്തിന്, ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുത പ്രവൃത്തി നടത്തിയ ആളാണ് മഹാനായ യേശു. ആ യേശു പോലും വന്നിട്ട് പറഞ്ഞത് എന്നെ ആരാധിക്കാനല്ല, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നീ എന്നിൽ ആദ്യം ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പ് ചെവിയിൽ ഒരു കാര്യം ചോദിച്ചു. വെള്ളപ്പാണ്ട് മാറ്റിയവന്റെ ചെവിയിൽ ഒരു കാര്യം ചോദിച്ചു. ഓരോരുത്തരുടെയും ചെവിയിൽ ആദ്യം യേശു ഒരു രഹസ്യം ഓതി. ആ രഹസ്യം എന്നിൽ നിന്നല്ല, നീ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസമാണ് സമർപ്പണം. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമർപ്പകനാണ്, സമർപ്പണം ചെയ്യുന്നവനാണ്. മഹാനായ യേശു പോലും പറഞ്ഞു പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യേശു ക്രമീകരണം ആവശ്യപ്പെട്ടു. ക്രമീകരണം. നിങ്ങൾക്കുള്ളിലാണ് ദൈവരാജ്യം, നിങ്ങൾക്കുള്ളിലാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. വളരെ വ്യക്തമായി നിങ്ങൾക്കുള്ളിലാണ് ദൈവരാജ്യം. ഈ പ്രോഗ്രാം തന്നെ തുടങ്ങാൻ കാരണം ചിലർ ഇതിനെ വച്ചുകൊണ്ട് മുതലെടുക്കുന്നതും ഇത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ പല രീതിയിൽ ആളുകൾ ഇതിനെ കൊടുക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നിനെയും കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റൂട്ടുകൾ പല രീതിയിലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. പൈസ കൊടുത്തും ചില ആളുകൾ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ അച്ചീവ്. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ ഞാനൊരു അവതാരമാണ്, ഞാനൊരു വലിയ ഇതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ല. പ്രവാചകന്മാർ പോലും അത് പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ പോലും ഓപ്പൺ ആയിട്ട് ഒരു ഗ്രന്ഥത്തിലും എവിടെയും നിങ്ങൾക്ക് അത് പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റൂല. ഞാനൊരു പ്രതിനിധിയാണ്,
അല്ലെങ്കിൽ ഞാൻ പ്രതിച്ഛായയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അവിടെയാണ് നെല്ലും പതിരും തിരിച്ചറിയുന്നത്. ഒരു അവതാരമാണ്, ഞാനൊരു അവതാരമാണ്, ഇപ്പൊ അവതാരം പിറവി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ ദൈവമാണ്, എന്നെ ദൈവം എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ആവേശം മൂത്തുകൊണ്ട്, ആത്മജ്ഞാനത്തിന്റെ ആവേശം മൂത്തുകൊണ്ട് വേറൊരു മാർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതൊന്നും അല്ല, അതൊന്നും അല്ല. കേവലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ഈശ്വരൻ, ദൈവം, സൃഷ്ടാവ്, അള്ളാഹുവുമായിട്ടുള്ള ഒരു ഐക്യത്തിലായിട്ട്, ഒരു യൂണിയനിലായിട്ടുള്ള ഒരു പാതയാണിത്, ഒരു വഴിയാണിത്, യാത്രയാണിത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന, തത്വമസി എന്ന് പറയുന്ന ആ ഒരു ഇതിലിട്ട് ഹിന്ദുയിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ്. ഞാൻ വെറും ഒരു കേവലനാണ്, വെറും ഒരു നിസ്സാരനാണ്, പക്ഷേ ഞാൻ ആ ബ്രഹ്മത്തിന്റെ അംശമാണ്. അഹം ബ്രഹ്മാസ്മി. ആത്മജ്ഞാനം ഒരിക്കലും നിങ്ങള് ഗുരുക്കന്മാരെയോ ദേവതകളെയോ ദേവന്മാരെയോ ബാഹ്യമായി ആരാധിക്കാൻ ഒരിക്കലും പ്രേരിപ്പിക്കൂല. മറിച്ച് അവരെ സത്യത്തിലേക്ക് ഉണർത്തുക എന്നുള്ളതാണ്. സത്യത്തിലേക്ക് ഉണർത്തുക, അതാണ് തത്വമസി. നീയാണ് അത് എന്ന് പറഞ്ഞാൽ നീ അത് ആണ്, നീ ബ്രഹ്മമാണ്, നീ ദൈവമാണ് എന്നല്ല അർത്ഥം. നീ ആ ദൈവത്തിന്റെ അംശമാണ് എന്നാണ് അർത്ഥം. അംശം. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, ഇതാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ കൺഫ്യൂഷന്റെയും യാതൊരുവിധ ക്ലാരിറ്റി കുറവിന്റെയും ആവശ്യമില്ല. ഭഗവത്ഗീതയില് 9-ാം അധ്യായം 22-ാം വാക്യം പറയുന്നുണ്ട്, അവർ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അവരെ സ്വീകരിക്കുന്നു, ഞാൻ അവരെ സ്വീകരിക്കുന്നു. എല്ലാ വഴികളും എന്നിലേക്കുള്ളതാണ്, എന്നിലേക്ക് നയിക്കും. പക്ഷെ നിങ്ങൾ ആ വഴിയിൽ പ്രവേശിക്കണം. വഴി പ്രവേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ല, നിങ്ങൾ വഴി തെറ്റി നടന്നാൽ നടക്കൂല. നിങ്ങൾ വേറെ എന്തൊക്കെയോ വിചാരിച്ച് എന്തൊക്കെയോ കണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രവേശിക്കാൻ പറ്റൂല. നിരന്തരം ഭക്തിയുള്ളവർക്ക് ഞാൻ അവർക്കില്ലാത്തത് വഹിക്കുന്നു, അവർക്കുള്ളത് ഞാൻ സംരക്ഷിക്കുന്നു. ഇതും ഗീത പറഞ്ഞ. നിരന്തരം ഭക്തിയുള്ളവർക്ക്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ രൂപമല്ല, മറിച്ച് ഹൃദയത്തിന്റെ പൂർണ്ണമായ സമർപ്പണമാണ്. പൂർണ്ണമായ സമർപ്പണം, യുക്തിയുടെ പൂർണ്ണമായ സമർപ്പണം, നിങ്ങളുടെ ലോജിക്കിന്റെ പൂർണ്ണമായ സമർപ്പണം. ശ്രീകൃഷ്ണൻ പോലും ഒരു മനുഷ്യനായി തന്നെ ആരാധിക്കാനല്ല, തന്റെ രൂപത്തിന് പിന്നിലുള്ള, തന്നിക്ക് പിന്നിലുള്ള ശാശ്വതമായ സാന്നിധ്യത്തെ അറിയണം എന്നാണ് പറഞ്ഞത്. ശാശ്വതമായ സാന്നിധ്യത്തെ, പിന്നിലുള്ള ശാശ്വതമായ സാന്നിധ്യത്തെ നിങ്ങൾ അറിയണം എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനയോഗം, ഈ ആത്മജ്ഞാനത്തിന്റെ യോഗം നിങ്ങളെ തിരിച്ചറിവിലേക്ക് നയിക്കും. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ബുദ്ധിക്ക് ഒരു അതിരുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ യുക്തി എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് സത്യം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ യുക്തി, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി, ആ ബുദ്ധിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് അവസാനിക്കുന്നിടത്തുനിന്ന് സത്യം സ്റ്റാർട്ട് ചെയ്യും. അതാണ് സമർപ്പണം. അതാണ് സമർപ്പണം. അതാണ് സാക്ഷാത്കാരത്തിന്റെ, മോക്ഷത്തിന്റെ മാർഗം. ഇത് തന്നെയാണ് ഇസ്ലാമിലും പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പ് മറ്റു ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട്. എല്ലാ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം. എല്ലാ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം. കടന്നുപോയിട്ടുണ്ട് ഒരുപാട് ദൂതന്മാർ. ഖുർആൻ തന്നെ പറഞ്ഞത്, ഈ ഖുർആനിൽ സംശയമില്ല, ദൈവബോധമുള്ളവർക്ക് മാർഗനിർദ്ദേശമാണ്. അതായത് യുക്തിപരമായ യുക്തി മാറ്റിവെക്കണം, സംശയം ഉപേക്ഷിക്കണം, യുക്തി മാറ്റിവെക്കണം. യുക്തി വെച്ച് നിങ്ങൾ അളക്കാൻ പോയി കഴിഞ്ഞാൽ 2026-ലും 27-ലും രക്ഷപ്പെടൂല. 2025 യുക്തി വെച്ചിട്ട് നിങ്ങൾ ഇതിനെ അളക്കരുത് ഒരിക്കലും. ആ അളവുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇതിന്റെ യഥാർത്ഥ സത്ത ഫീൽ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് യുക്തി വെച്ച് ഒരിക്കലും അളക്കരുത്. നിങ്ങളുടെ വിശ്വാസം അഥവാ തഖ്വ എന്നൊക്കെ അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിലുള്ള കീഴടങ്ങളാണ്. ആഴത്തിലുള്ള കീഴടങ്ങൾ. അവിടെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു അവബോധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവബോധം. പ്രവാചകന്റെ ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് അല്ലെ, 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത് ദൈവിക സാന്നിധ്യത്തിൽ പോയ പ്രവാചകന്റെ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞത്, അത് എങ്ങനെ നിങ്ങളോട് എനിക്ക് വിവരിച്ചു തരണം എന്ന് പോലും ഞാൻ കൺഫ്യൂഷനിലാണ്. അത്രയും യുക്തിഭദ്രമായ ഒരു മനസ്സ് പോലും ദൈവീകമായ സാന്നിധ്യത്തിൽ കംപ്ലീറ്റ്ലി നിശബ്ദമായി പോവാണ്. അതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്ക് ഈ ഫീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാറില്ല. പലർക്കും എന്താണ് ഇതിന്റെ ഫീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാറില്ല. ഏറ്റവും യുക്തിഭദ്രമായ മനസ്സ്, ലോകത്ത് വന്ന ഏറ്റവും യുക്തിഭദ്രമായ മനസ്സുകൾ പോലും, പ്രവാചകന്മാരുടെയും ദിവ്യാത്മാക്കളുടെയും ധർമ്മപുത്രന്മാരുടെയും ഒക്കെ മനസ്സുകൾ പോലും ദൈവിക സന്നിധിയിൽ നിശബ്ദനായി സറണ്ടർ ആവുകയാണ്. ഈശ്വരന്റെ സന്നിധിയിൽ സറണ്ടർ ആവുകയാണ്. എന്റെ ബാഹ്യ രൂപത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. എന്റെ കയ്യിലുള്ളത് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എന്റെ കയ്യിലുള്ളത് എന്നെ നിങ്ങൾ കാണരുത്. എന്റെ കയ്യിലുള്ളത് എടുക്കാൻ ശ്രമിക്കുക. എന്തോ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് രാവിലെ ഇത്രയാണ്. കയ്യിലുള്ളത് എടുത്തോണ്ട് പോകും. ഇത് മതി നിങ്ങളുടെ ലൈഫ് ലോങ് അല്ല, മോക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഹൃദയത്തിലൂടെയാണ്, കാലുകളിലൂടെയല്ല. നിങ്ങളുടെ മൈൻഡ് പവർ, നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ പഠിക്കാൻ പോയാലും നിങ്ങളുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലൂടെയാണ്. നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയുന്ന ശക്തി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷെ അതിനൊരൊറ്റ വഴിയുള്ളൂ, അത് ഹൃദയത്തിലൂടെ. ഒറ്റ വഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന മറ്റു വഴികളൊന്നും അതിലേക്കുള്ള വഴിയല്ല. അതൊക്കെ താൽക്കാലിക, ഇതിന്റെ എക്സ്റ്റൻഷൻ. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിലിട്ട് എത്താൻ കഴിയില്ല. നിങ്ങളൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിന് വേണ്ടിയോ നരകത്തിന് വേണ്ടിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയോ ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകളെ തടയപ്പെടുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്നുമില്ലാതെ എല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് വേണം ചോദിക്കാൻ. എല്ലാം സറണ്ടർ ചെയ്തിട്ട് എല്ലാം നിന്നിൽ അർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ദുർബലനായവൻ ഏറ്റവും ശക്തനായവനോട് ചോദിക്കും പോലെ വേണം ചോദിക്കാൻ. ആ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടാവണം. അങ്ങനെ വേണം ചോദിക്കാൻ. അല്ലെങ്കിൽ ചോദിക്കാൻ നിൽക്കരുത്. അതും തനിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് എന്ന് തോന്നൽ വേണം. ആ സമയത്ത് എല്ലാ സംശയങ്ങളും വിടണം. അതിന്റെ ഇടയിൽ ഇത് ചെയ്താൽ ശരിയാവോ, അത് ചെയ്താൽ ശരിയാവോ, മറ്റേ ചെയ്താൽ ശരിയാവോ, ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ ശരിയാവോ, അത് ചെയ്താൽ ശരിയാവോ. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴും ഒരു സംശയം
കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം. അത് ഉണ്ടാവാനേ പാടില്ല. അത് ഉണ്ടാവാനേ പാടില്ല. സ്വർഗത്തിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നീ നരകത്തിൽ ദഹിപ്പിക്കണേ. നരകം ഭയന്നാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിൽ നിന്ന് നയിപ്പിക്കണേ. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടിയാണ് നിന്നെ ആരാധിക്കുന്നത്. നിന്റെ നിത്യമായ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആരാധിക്കുന്നുണ്ട്. നിത്യമായ നിന്റെ സൗന്ദര്യം എന്നിൽ നിന്നും തടയരുതേ എന്നാണ് മുൻഗാമികൾ പറഞ്ഞത്. ഈ വഴിയിൽ സഞ്ചരിച്ചവർ പറഞ്ഞു. അത് ശുദ്ധമായ കീഴടങ്ങലാണ്. ശുദ്ധമായ കീഴടങ്ങൽ. നിങ്ങൾ പറയുന്ന ഇടപാട് ഒരിക്കലും ഒരു വർഷിപ്പല്ല, ആരാധനയല്ല, പ്രാർത്ഥനയല്ല, ഇടപാട്. യാഥാർത്ഥ്യത്തോടുള്ള സ്നേഹമാണ് ഈശ്വരനോടുള്ള സ്നേഹം, യാഥാർത്ഥ്യത്തോടുള്ള സ്നേഹം. അല്ലാതെ ഇടപാടെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു വർഷിപ്പല്ല. ഇതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇത്രേ ഉള്ളൂ. ഹിന്ദു മതം പറയുന്ന തത്വമസി, നീ അതാണ്. ഇസ്ലാം പറയുന്ന ഫനാഫി അല്ലാഹ്, അള്ളാഹുവിൽ തന്നെ നീ എല്ലാം സമർപ്പിക്കുക, എല്ലാം ലയിപ്പിക്കുക. ക്രിസ്തു മതം പറയുന്നു ദൈവരാജ്യം നിങ്ങളിലാണ്. സൂഫിസം പറയുന്നു ഞാൻ ദൈവത്തെ തിരഞ്ഞു ലോകം മൊത്തം അലഞ്ഞു, എന്നെ തന്നെ ഞാൻ കണ്ടെത്തി. അവസാനം ഞാൻ എന്നെ തിരഞ്ഞു. എന്നെ തിരഞ്ഞപ്പോൾ ഞാൻ എന്നെ കണ്ടില്ല, ദൈവത്തെ മാത്രം കണ്ടു. ദൈവത്തെ തിരഞ്ഞ എല്ലാവരും നടക്കുന്നത്. അതും എല്ലായിടത്തേക്കും എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളിലൂടെ മുഴുവൻ. പ്രവാചകന്മാരാരും ദൈവദൂതന്മാരാരും ആരാധിക്കപ്പെടാനല്ല വന്നത്. അവരെ ആരാധിക്കാൻ വേണ്ടല്ല. ആരാധിച്ചു മനുഷ്യൻ, പക്ഷെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വാതിൽ തുറക്കാൻ. ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ ദൈവമായി കരുതാറുണ്ട്. നിങ്ങളാണ് കാണപ്പെട്ട ദൈവം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ദൈവമാണ് എന്ന് വിചാരിച്ചിട്ടല്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ അതിൽ കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, പക്ഷെ എന്നാൽ പോലും അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും വേർപിരിഞ്ഞിട്ടില്ലാത്ത ആ സത്യത്തെ കണ്ടെത്തുക മാത്രമാണ് ഇവിടെ. പക്ഷെ ആ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ യുക്തി ഒരു തടസ്സമാണ്. യുക്തി ഒരു മതിലാണ്, മതിൽ. വിശ്വാസം ഒരു പാലമാണ്. യുക്തിയും സംശയവും ചേർന്ന് വലിയ മതിലായി മാറും. ആ മതില് തല്ലിപ്പൊളിച്ച് കളയണം എന്ന് പറഞ്ഞ അതിനാണ്. ആ മതിൽ പൊളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമാകുന്ന പാത, ആ ബ്രിഡ്ജ് കാണാൻ പറ്റുള്ളൂ, പാലം കാണാൻ പറ്റും. കാണാൻ കഴിയുന്നതും തെളിയിക്കപ്പെടാവുന്നതും നിയന്ത്രിക്കാൻ പറ്റുന്നതും മാത്രം വിശ്വസിക്കാനാണ് നിങ്ങളെ ഈ ലോകം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇത്രയും കാലം നിങ്ങൾ ജനിച്ച് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തൊട്ട് നിങ്ങളെ ഇന്ന് വരെ പഠിപ്പിച്ചിരുന്നത് കാണാൻ കഴിയുന്നത് മാത്രം വിശ്വസിക്കാനും, കാണാൻ കഴിയുന്നത് മാത്രം വിശ്വസിക്കാനും, തെളിയിക്കപ്പെടാവുന്നത് മാത്രം വിശ്വസിക്കാനും, നിയന്ത്രിക്കാൻ കഴിയുന്നത് മാത്രം വിശ്വസിക്കാനുമാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പാതയിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ യുക്തിയുടെ ആ വാളുണ്ടല്ലോ, ഇരുതല മൂർച്ചയുള്ള നിങ്ങളെ നശിപ്പിക്കുന്ന ആ വാൾ, അത് താഴെ വച്ചിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളോടും സമൂഹത്തോടും ഒക്കെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ആ യുക്തി എന്ന് പറയുന്ന വാള് താഴെ വച്ചിട്ട് സമർപ്പണത്തിന്റെ താക്കോല് കയ്യിലെടുക്കണം. താക്കോൽ നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നിങ്ങളുടെ എല്ലാത്തിന്റെയും താക്കോൽ. യുക്തിയുടെ വാള് നിങ്ങൾ താഴെ വെക്കണം. സംശയം, എന്താവും ഈ പുള്ളി എങ്ങോട്ടായി കൊണ്ടുപോകണം, അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ കിട്ടൂല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ട പറഞ്ഞത്. എന്തെങ്കിലും ഒരു യുക്തി ബോധം നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ ആ അത് വാളാണ്.
നിങ്ങൾ തന്നെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു വാൾ. അതിനെ താഴെ വച്ചിട്ട് സമർപ്പണത്തിന്റെ, നിങ്ങൾക്കെല്ലാം തുറന്ന് എല്ലാം എടുക്കാൻ കഴിയുന്ന ആ നിധിയുടെ താക്കോൽ നിങ്ങൾ കയ്യിലെടുക്കും. ആത്മാവ്, സോൾ എന്ന് പറഞ്ഞാൽ കണക്കുകൂട്ടലും യുക്തിയും ബുദ്ധിയൊന്നുമല്ല. അതൊരു ജ്വാലയാണ്. അതൊരു ജ്വാലയാണ്. അത് പ്രകാശത്തിന്റെ ഒരു നദിയാണ്. അതൊരു നദി. യുക്തി അപ്പോഴൊക്കെ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കും, അതെങ്ങനെ കഴിയും, അതെങ്ങനെ കഴിയും, അതെങ്ങനെ കഴിയും. വിശ്വാസം വരുമ്പോൾ നമ്മൾ പറയും, അതങ്ങനെ ആകട്ടെ, തഥാസ്തു, ആമേൻ, ഓം, ആമീൻ. അങ്ങനെ തന്നെ, അതങ്ങനെയാണ് എന്നാണ്. മനസ്സിലായില്ലേ? എല്ലാരും വിചാരിച്ചു ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരട്ടെ പോരട്ടെ. അല്ല, അതങ്ങനെയാണ്, അത് സത്യമാണ്, അത് അങ്ങനെയാണ് എന്നാണ്. തഥാസ്തു, ആമീൻ, ആമേൻ. അങ്ങനെ തന്നെയാകട്ടെ എന്ന് വിശ്വാസം വന്നാൽ അത് അങ്ങനെയാകും. പിന്നെ ഒന്നും പറയണ്ട, അങ്ങനെയാകും. അവിടെ നിങ്ങളുടെ മനസ്സായും, നിങ്ങളുടെ മനസ്സ് മൃദുലമാകും. നിങ്ങളുടെ പിടുത്തം ഉണ്ടല്ലോ, പിടുത്തം, പിടിച്ചു വെച്ചിരിക്കുന്ന ആ പിടിവിടും. വാതിൽ തുറക്കും. അത് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിൽ. ഇതാണ് എന്റെ രീതി, ഇതാണ് എന്റെ സിസ്റ്റം, ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് മനുഷ്യന്റെ രീതി അല്ലെന്ന്. ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് സമർപ്പണത്തിന്റെ രീതിയാണ്. സോളിന്റെ രീതിയാണ്. സോളിന് ജന്മമില്ല, മരണമില്ല, കാലഭേദങ്ങളില്ല, ഒന്നുമില്ല. അതാണ് നിങ്ങളുടെ സൂപ്പർ പവർ. ഏതെങ്കിലും നാമങ്ങളെ കുറിച്ചോ ആരാധനയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒന്നുമല്ല. നിങ്ങളെ ശ്വസിക്കുന്ന ആ ഞെട്ടുണ്ടല്ലോ, ആ ഞെട്ട്, നിങ്ങളെ അറിയാവുന്ന, ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടില്ലാത്ത ഉറവിടവുമായി യോജിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യോജിക്കുന്നതിനെ കുറിച്ച്. എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് ആദ്യം പഠിപ്പിച്ചു വന്നത്. പക്ഷെ എല്ലാരും അതിൽ നിന്ന് അകന്നുപോയി അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും മാത്രമായി. അങ്ങനെ മനുഷ്യൻ കഷ്ടപ്പാടുകളിലായി. അങ്ങനെയാണ് മനുഷ്യൻ കഷ്ടപ്പാടുകളിലായി. അങ്ങനെയാണ് കഷ്ടപ്പാടുകളിലായത്. നിങ്ങൾ ഇങ്ങനെ മാറിയാൽ നിങ്ങൾ ഒരു അനുഗ്രഹങ്ങളുടെ പാത്രമായി മാറുവാണ്. അനുഗ്രഹങ്ങളുടെ പാത്രം. നിങ്ങൾ ഈ വെളിച്ചത്തെ സ്പർശിക്കുമ്പോൾ രോഗം ഓടിപ്പോകുന്നു നിങ്ങളിൽ നിന്നും. ഭയം അലിഞ്ഞു പോകുന്നു. ഞാൻ അപ്രത്യക്ഷനായി പോകും. നിങ്ങളിലെ ഞാൻ എന്ന് പറയുന്ന പുള്ളി നിങ്ങളിൽ നിന്നും വിട്ടിട്ട് അവൻ ഇല്ലാതെയായി പോകും. അപ്രത്യക്ഷനായി. അതാണ് ഈ പ്രോസസ്സിലൂടെ നടക്കുന്നത്. അതിനാൽ ഒരിക്കലും ഇത്തരം ഇങ്ങനെയുള്ള ഇതിനൊന്നും ആരാധിക്കരുത്. കാറ്റിനെയും പ്രകാശത്തെയും എല്ലാത്തിനെയും അയക്കുന്നവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുക. ദൂതനെ നിങ്ങൾ സ്തുതിക്കാൻ നിൽക്കരുത്. അവധൂതന്മാരെയും അവബോധമുള്ളവരെയും സ്തുതിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു സന്ദേശമായി മാറുക. നിങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. നിങ്ങൾക്കും അത് അപ്പോൾ അധികമായി ലഭിച്ചുകൊണ്ടിരിക്കും. അധികമായി ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ യുക്തികളെല്ലാം ഉണങ്ങിയ ഇലകൾ പോലെ കൊഴിഞ്ഞു പോകട്ടെ. വിശദീകരണങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ആത്മാവ് പൂക്കട്ടെ. വിശദീകരണങ്ങൾക്കപ്പുറത്ത്. സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു കീഴടങ്ങലല്ല. അത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള എല്ലാ അധികാരങ്ങളും, എല്ലാ പവറും, എല്ലാ ശക്തിയും ഉള്ള നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചുവരവാണ്. തിരിച്ചുവരവാണ്. നിങ്ങൾ മറന്നുപോയ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് അവിടെ വരുമ്പോഴുള്ള നിങ്ങളുടെ ആശ്വാസം നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കി. ആ വീട്ടിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങളുടേതെല്ലാം എല്ലാം നിങ്ങൾ കണ്ടെത്തും. എല്ലാം. അതിന് ആദ്യം എന്ത് ചെയ്യണം? സ്വയം നഷ്ടപ്പെടണം. ഞാനിനെ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് വീട് കിട്ടുള്ളൂ. ഞാനെന്ന ഭാവത്തെ, അഹങ്കാരത്തെ, അസൂയയെ, ഭയത്തെ, കാപട്യത്തെ എല്ലാം സറണ്ടർ ചെയ്യണം. എല്ലാം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനു വേണ്ടി. ഒരിക്കൽ
ഇതുപോലെ തന്നെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്താണ് ഈ സത്യം? എന്താണ് സത്യം? എന്താണ് സത്യം? അതാണ് അവന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്താണ് സത്യം? ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം എങ്ങനെയാണ് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക? അവൻ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നു. പല ക്ഷേത്രങ്ങളിൽ പോയി, പള്ളികളിൽ പോയി, അമ്പലങ്ങളിൽ പോയി, മസ്ജിദുകളിൽ പോയി, ജ്ഞാനികളായ ആളുകളുടെ അടുത്ത് പോയി, പൂർണ്ണനായ ഒരു ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടി മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു. നദികൾ കടന്നുപോയി, 7 കുന്നുകൾ കടന്നുപോയി, ഒരുപാട് സ്ഥലങ്ങൾ താണ്ടി, ഒരുപാട് സ്ഥലങ്ങൾ. അവസാനം ആരോ പറഞ്ഞു, ദാ ഇങ്ങനെ ഒരാളുണ്ട്, അവിടെ ചെന്ന് ഇനി നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. എന്താണ് നിങ്ങൾ എന്ന് മനസ്സിലാവും. അങ്ങനെ ആ കേട്ടറിഞ്ഞ സ്ഥലത്തേട്ട് അദ്ദേഹം യാത്ര ചെയ്തു. കാടുകൾ കടന്നുപോയി, വിശപ്പ് സഹിച്ചു, പലപ്പോഴും കയ്യിൽ ഒന്നും ഇല്ലാതെയായി, ക്ഷീണിതനായി, ബുദ്ധിമുട്ടുകളുണ്ടായി, കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പക്ഷെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒടുവിൽ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന ആ ഗുരുവിനെ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഹൃദയം വിറങ്ങലിച്ചു. ഗുരുവിന്റെ സാന്നിധ്യം ഒരു പ്രകാശം പോലെ ജ്വലിക്കാൻ തുടങ്ങി. ഗുരുവിന്റെ സാന്നിധ്യം. മെന്ററുടെ അടുത്ത് വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. എനിക്ക് എന്താണ് എന്ന് എനിക്കറിയില്ല. എന്നെ സ്വതന്ത്രനാക്കൂ. എന്താ എന്നെ എനിക്ക് മോക്ഷം വേണം. എനിക്ക് എന്റെ മനസ്സിന് സമാധാനം വേണം, സന്തോഷം വേണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ പൂർണ്ണമായും സ്വതന്ത്രനാണ്. നിനക്ക് പ്രത്യേക ഒരു ആരോഗ്യം കൈവന്നിരിക്കുന്നു. നീ ഞാൻ ഒരു കണ്ണാടി മാത്രമാണ് നിന്നെ കാണിച്ചു തരിക. പക്ഷെ ഇയാൾ ആശയക്കുഴപ്പത്തിലായി. എന്താണ് ഈ ഗുരു ഇങ്ങനെ പറഞ്ഞത്? ഞാനൊരു കണ്ണാടി മാത്രമാണ്. നീ ഇപ്പൊ എല്ലാം ശരിയായി. നീ ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാം സെറ്റാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഞാനിപ്പോ നിങ്ങളോട് പറയണല്ലേ. ഗുരുവിനോട് ആ അയാൾ ചോദിച്ചു, നിങ്ങൾ പലരെയും സുഖപ്പെടുത്തി. എന്തിന് ചില ആളുകൾക്ക് കാഴ്ചശക്തി വരെ നീ നൽകി. വേദനയുള്ള കാൽമുട്ടിനും കൈമുട്ടിനും വേദന ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞ ആളെ നടത്തി നിങ്ങള്. ഒരു വാക്ക് കൊണ്ട് മാനസിക നില തെറ്റിയ ആളെ നിങ്ങൾ സുഖപ്പെടുത്തി. എങ്ങനെയാണ് ഇതൊക്കെ? അപ്പോൾ ആ ഗുരുനാഥൻ പറഞ്ഞു, അതൊന്നും ഞാനല്ല. ഞാൻ രോഗശാന്തി നൽകുന്നവനല്ല. ഞാൻ ഒരു ചാനൽ മാത്രമാണ്. ഒരു ചാനൽ. ഒരു പൊള്ളയായ ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു ഓടക്കുഴൽ മാത്രമാണ്. അതിലൂടെ കാറ്റ് കടന്നു വരുമ്പോൾ ദൈവീകമായ ദിവ്യമായ കാറ്റ് കടന്നു വരുമ്പോഴാണ് നിങ്ങൾ ഈ സംഗീതം കേൾക്കുന്നത്. ഞാൻ വെറും പൊള്ളയാണ്. ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഈ സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളും ഒന്നുമില്ലാത്തവരായി മാറും. നിങ്ങളും ഒന്നുമില്ലാത്തവരായി മാറും. ആരിൽ ഒന്നുമില്ലയോ അവന്റെ ചാരത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സംഗീതം, അങ്ങനെയാണ് ഈ മനുഷ്യനാകുന്ന ഓടക്കുഴലിലൂടെ സംഗീതം നിങ്ങൾക്ക് ആസ്വദിക്കണം. സംഗീതമാകുന്ന സൗരഭ്യം, സമാധാനം, സന്തോഷം, രോഗശാന്തി ഇതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും എല്ലാ യുക്തിയും ബുദ്ധിയും ലോജിക്കും എല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ ചെന്ന യുവാവിന് ആ ഗുരുനാഥൻ ആദ്യം കൊടുത്ത ഒരു ഗോവണിയാണ്. ഗോണിയില്ലേ, മരഗോണി. ഇത് വച്ചിട്ട് നീ ആ മരത്തെ കയറിയിരുന്നോ എന്ന് പറഞ്ഞു. ഭ്രാന്ത് അല്ലേ? പുറമേന്ന് നോക്കുമ്പം സത്യം അന്വേഷിച്ച് എന്താണ് ശരി എന്ന് അന്വേഷിച്ച് നടന്ന് വർഷങ്ങളോളം അലഞ്ഞു കിടന്ന ഒരു ശിഷ്യന് ഒരു ഗുരുവിനെ കിട്ടിയപ്പോ ഗുരു പറയാണ് ഒരു ഗോണി കൊടുത്തിട്ട് നീ ആ ഗോണി വെച്ചിട്ട് പതുക്കെ കയറി ആ മരത്തിന്റെ മുകളിൽ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, അവിടെ കയറി ഇരുന്നോളാം. പക്ഷെ ആ യുവാവ് ഒന്നും ചോദിച്ചില്ല. എന്തിനാന്നും ചോദിച്ചില്ല. നേരെ ഗോണി എടുത്തുകൊണ്ട് പോയി വെച്ചു. എല്ലാ ദിവസവും വെളുപ്പിന് തന്നെ ഗോണി എടുത്തുകൊണ്ട് പോയി വെക്കും. ആ മരത്തിന്റെ മുകളിൽ കയറി നിശ്ചലനായിട്ടിരിക്കാം. ഇന്നാന്നൊന്നും ചോദിച്ചില്ല. അതിന്റെ ലോജിക്, മരത്തിന്റെ മുകളിൽ കയറി നിന്ന് എന്ത് കിട്ടും എന്നൊന്നും ചോദിച്ചില്ല.
പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതോടെ അവനിൽ മാറ്റം വരാൻ തുടങ്ങി. അവൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവന്റെ മനസ്സ് നിർത്തി. എന്തോ ആകാൻ ശ്രമിക്കുന്നത്, എന്തോ നേടാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ശ്രമിക്കുന്നതെല്ലാം അവൻ നിർത്തി. എല്ലാം നിർത്തി. ഗുരുവിനെ പോലും ആരാധനയോടെ കാണുന്നവൻ നിർത്തി. അവനെല്ലാം എല്ലാം എല്ലാം സമർപ്പിക്കാൻ തുടങ്ങി. എല്ലാം. അപ്പൊ അവന് മനസ്സിലായി, ചിന്തകൾക്കിടയിൽ ചിന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവൻ എന്തിലോ ലയിക്കാൻ തുടങ്ങി. എന്തിലോ ലയിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഇല്ലാതാകുന്നത് വരെ അവൻ ഇല്ലാതാവുകയായിരുന്നു. ഒരു വെളിച്ചം മാത്രം, ഒരു സാന്നിധ്യം മാത്രം, ഒരു സാന്നിധ്യം മാത്രം. അത് ഫീൽ ചെയ്ത് അന്ന് താഴെ കോണി ഇറങ്ങി വന്നപ്പോ ഗുരു താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷിച്ച് നടന്ന ആ മനുഷ്യൻ, ആ യുവാവ് കണ്ണുനീരിറ്റിട്ട് വീണുകൊണ്ട് അവൻ ആ ഗുരുവിനെ ചേർത്ത് പിടിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, മോനെ, നീ ഇത് തന്നെയാണ്. ആ ഗോണി അതിന്റെ ജോലി ചെയ്തു. അതില്ലാതെ നിന്നെ പറക്കാൻ പഠിപ്പിച്ചു. ഇനി നിനക്ക് അതില്ലാതെ പറക്കാം. ഗോണിയുടെ ആവശ്യമില്ല. യഥാർത്ഥ ഗുരു ഒരു ലക്ഷ്യസ്ഥാനമല്ല, ഒരു വാതിലാണ്. വാതിൽ, വാതിൽ. ലക്ഷ്യസ്ഥാനമായി ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ നിങ്ങൾ പോവാതിരിക്കും. ഒരിക്കലും പോകരുത്. ഒരു നിമിഷം പോലും പോകരുത്. ഒരു വാതിലാണ്, ഒരു വാതിൽ. യഥാർത്ഥ രീതി എന്ന് പറയുന്നത് കൈവശപ്പെടുത്തുന്നതല്ല, ഒരു വിയോഗമാണ്. നമ്മളെ ബുദ്ധിയും ലോജിക്കൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ അതിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് യഥാർത്ഥമായത് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. രോഗശാന്തി ആണേലും എന്താണേലും ഇന്ന് ചെയ്യുന്ന പ്രോസസ്സിലൂടെ, എന്താണ് പ്രോസസ്? അതിനൊരു പേരുണ്ട്. ആ പേര് നിങ്ങളോട് വെളിപ്പെടുത്താൻ സമയമായിട്ട്. അതിനൊരു പേരുണ്ട്. ആ പ്രോസസ്സിന് ഒരു പേരുണ്ട്. ആരോ ചോദിച്ചിരുന്നു, എന്താണ് സാർ അതിന്റെ പേര്? സാർ അതെങ്കിലും ഒന്ന് പറ. ഒരു പേരുണ്ട് അതിന്. ഇന്ന് ഈ കാണുന്ന രീതിയിൽ അതിനെ ഞാൻ രൂപപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിനൊരു പേരുണ്ട്. ആ പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവവുമായി, ഈശ്വരനുമായി, സൃഷ്ടാവുമായി റീയൂണിയൻ ആവുകയാണ്. റീയൂണിയൻ, ഐക്യം. അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലാണ്, യോഗത്തിൽ. യോഗ, യോഗം, യോഗം. യോഗം കൂടുകയെന്ന് പറഞ്ഞിട്ടില്ല, യോഗം കൂടുകയെന്നാ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? പിന്നീട് ആ മീറ്റിംഗ് ആയത്. ഒരു യൂണിയൻ, റീയൂണിയനാണ്. ഈ പ്രോസസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയാണ്. രക്തത്തെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങളുടെ രക്തത്തിന് അകത്തുള്ള മോശം അണുക്കളെ ക്ലിയർ ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും യാത്ര ഏകോപിപ്പിക്കുകയാണ്. ഇപ്പൊ 2 തലത്തിലാ യാത്ര ചെയ്യണം. അത് ഏകോപിപ്പിക്കുകയാണ്. വിസ്മൃതിയുടെ അന്ധകാരത്തിൽ മറഞ്ഞുപോയ ഈ ചൈതന്യത്തെ ഞാൻ പുനരുദ്ധരിക്കുകയാണ്. ഇത് ഏറ്റവും ആദ്യത്തേതാണ്. ഏറ്റവും ആദ്യത്തേത്. ഇതുവഴി, ഈ പ്രോസസ്സ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും അതുകൊണ്ടാണ് പ്രോസസ്സ് ചെയ്യുമ്പോൾ പലർക്കും ശ്വാസം എന്തോ വളരെ പതിയെ പോകുന്നു. ചിലർക്ക് നിലച്ചു പോയതുപോലെ വരെ തോന്നും. ശ്വാസം എടുക്കുന്നില്ലേ ഞാൻ? എടുക്കുന്നില്ലേ? ചിലർക്ക് തോന്നും ശ്വാസം വളരെ പതുക്കെയാണല്ലോ എടുക്കുന്നത് എന്നൊക്കെ തോന്നും. കാരണം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം ശാന്തമാക്കുകയാണ്. അതുവഴി പ്രാണശക്തി നേടുകയാണ്. പ്രാണശക്തി നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിനാശത്തിന് തടസ്സമിടുകയാണ്. ശരീരം മനസ്സും വേറെ 2 രീതിയിലാവുമ്പോൾ ശരീരം പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെയാണ് വളരെ ചെറിയ ആളുകൾക്ക് വരെ വലിയ പ്രായം തോന്നിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരം വിനാശങ്ങൾക്ക് നിങ്ങൾ തടസ്സമിടുകയാണ്. ശരീരത്തിന്റെ വിനാശത്തിന്,
ഈ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനത്തെ ശാന്തമാക്കി ഏകോപിപ്പിക്കുന്നത് വഴി ശരീരത്തിന്റെ എല്ലാ വ്യതിയാനങ്ങളെയും തടയും. അങ്ങനെ വളർച്ചയും വിനാശവും സമതുലിതമാക്കുകയാണ്. ഓരോ മനുഷ്യന്റെ ഓരോ സ്റ്റേജും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരങ്ങളും എല്ലാം നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തെയും അതോടൊപ്പം തന്നെ അതിന്റെ നാശത്തെയും രണ്ടിനെയും സമതുലിതമാക്കുക. ഇത് ചെയ്യുന്ന സമയം മനുഷ്യൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്റെ ആഗ്രഹങ്ങളെയും കോപങ്ങളെയും ഭയത്തെയും എല്ലാത്തിനെയും സറണ്ടർ ചെയ്യുക വഴി യഥാർത്ഥമായ ആ ദിവ്യ സാമീപ്യം, ഡിവൈൻ പ്രസൻസ്, അത് നിങ്ങൾ ഓരോ ദിവസവും കൂടി അല്ലെങ്കിൽ ഓരോ ടൈം ഓരോ പ്രോസസ്സ് മാറി ഓരോ സ്റ്റേജ് ഓരോ തലങ്ങൾ മാറുന്നതനുസരിച്ച് ശാശ്വതമായ സമാധാനം, ശാശ്വതമായ ഇന്നർ പീസ്, മനസ്സമാധാനം, ശാശ്വതമായത്. ജനനത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അങ്ങനെ, മരണത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന മനസ്സമാധാനം, അത് കൂടി കരസ്ഥമാക്കി അമരത്വം നേടുകയാണ്. അമരത്വം. ശരീരം നശിച്ചു പോവും, സത്യമാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുമെന്ന് മനുഷ്യരാരും വിശ്വസിക്കുന്നില്ല. ആ ആത്മാവിന്റെ അമരത്വം ചുമ്മാ അമരത്വമല്ല, ഇവിടെ കിടന്ന് അലയാൻ വേണ്ടിയുള്ള അമരത്വമല്ല, കുറെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് പോകുന്ന അമരത്വമല്ല. ഒരാഗ്രഹവും ബാക്കി വെക്കാതെ അടുത്ത സ്റ്റേജിൽ എന്താണ്, ഞാൻ റെഡി. ആ ശാശ്വതമായ മോക്ഷമാണ് ഈ പ്രോസസ്സിലൂടെ കരസ്ഥമാകുന്നത്. ഇതിന് മതോ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നും തടസ്സമല്ല. ഒരു മതങ്ങളും ഒരു മതവിശ്വാസങ്ങളും ഒരു മതഗ്രന്ഥങ്ങളും ഇന്ന ജാതിയാവണം, ഇന്ന മതമാവണം ഇത് പ്രാപ്തമാക്കാൻ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒരിടത്തും പറഞ്ഞിട്ടില്ല. നീ ഇന്ന ജാതിയാവണം, ഇന്ന മതമാകണം, എന്നാൽ മാത്രമേ ഇത് നിനക്ക് കരസ്ഥമാക്കാൻ പറ്റൂ എന്ന് ഒരു മതഗ്രന്ഥങ്ങൾ. ഒരേ ഒരു കണ്ടീഷനെ എല്ലാ മതങ്ങളും പറഞ്ഞോളൂ, സമർപ്പിക്കും. പക്ഷെ ഈ പാത മാത്രം എന്തൊക്കെയോ കാരണങ്ങളാൽ ഇന്നും ഒളിച്ചു കിടക്കുക. ഓക്കെ, ക്ലിയറായോ? ഒരു 90% ക്ലിയർ ആയില്ലേ? എന്നാലും ഒരു 10%, ആ 10% അവിടെ കിടക്കും. നമ്മളൊക്കെ ഒരുപാട് ഉരുട്ടി ഇത് എന്നാന്നൊന്നും പറഞ്ഞു തരാതെ നീ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതിടാ, ഇല്ലെങ്കിൽ പോടാ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മള് അവിടെ കടിച്ചു തൂങ്ങി എന്തും വരട്ടെ, ഇനി എന്നാണേലും ഇത് പഠിച്ചിട്ട് പോവാം. നിരീശ്വരവാദം പഠിച്ചു, പിന്നെ അതിലും വലുതാണോ ഇനി ഇത് പഠിക്കണത്? മനുഷ്യരെല്ലാരും നിരീശ്വരവാദം പഠിച്ചിട്ടില്ലേ? എല്ലാ മനുഷ്യരും കേട്ടിട്ടുണ്ട് അല്ലെ? ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് എല്ലാരും കേട്ടിട്ടില്ലേ? നമുക്കെല്ലാം തോന്നിയിട്ടില്ലേ എന്തുകൊണ്ടാ ഇവരിങ്ങനെ പറഞ്ഞേ എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടും പഠിച്ചിട്ടും ഉണ്ട്. പക്ഷെ അതിലേട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതും അറിയുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതും അറിഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പുള്ളി പറഞ്ഞ ചീത്തയും ചെറിയൊക്കെ കേട്ട് അതൊരു പരിശീലനമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്നാ ഇങ്ങനെ പറഞ്ഞ, ഇതെന്നറിയില്ല, പൊക്കോ നീ പൊക്കോ, നിനക്കൊന്നും ഇല്ല അവിടെ എന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ഇറക്കി വിടും. എന്നിട്ടും കിട്ടൂല. പിന്നെയാണ് കഷ്ടപ്പാടുകളുടെ തുടർച്ച, പലതും അനുഭവിക്കേണ്ട സാഹചര്യം. അതിലെല്ലാം നമ്മൾ സറണ്ടർ ചെയ്യണം. കംപ്ലീറ്റ് സറണ്ടർ, പൂർണ്ണമായ സമർപ്പണം. ഒന്നുമല്ല ഈ പരീക്ഷണങ്ങളും ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നുമല്ല. എന്നോട് ആരോ ചോദിച്ചു എന്തുകൊണ്ടാണ് സാർ എപ്പോഴും കഷ്ടപ്പാട്? ഞാൻ 7 വർഷം രാവിലെ മുതൽ 24 hours, 24 മണിക്കൂർ. അതെന്തൊരു കഷ്ടപ്പാടായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ഈ സമർപ്പണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം സമർപ്പിക്കാൻ വേണ്ടിയാണ് അതെനിക്ക് തന്നുകൊണ്ടിരുന്നത്. പലതും പഠിച്ചു നോക്കി, സൈക്കോളജി പഠിച്ചു നോക്കി, ഞാൻ UK തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ ഡിപ്ലോമ എടുത്തത്, UK. ലോ എന്റെ മെന്ററുടെ പേര് ഡെന്നിസ് ജോഫ് എന്നാണ്. വേൾഡിലെ അറിയപ്പെടുന്ന ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണർമാരിൽ ഒരാളാണ്. ഇതൊന്നുമല്ല, ഇതൊന്നുമല്ല. ആ സത്യമെന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച ആളുകൾക്ക് അതിന്റെ ഗുണങ്ങളും കിട്ടാറുണ്ട്. അത് ശരിയാണ്, അത് കിട്ടും. ഗുണം കിട്ടൂല എന്നൊന്നും ഞാൻ പറയണില്ല. ലോ ഓഫ് അട്രാക്ഷനും മൈൻഡ് പവറൊക്കെ പഠിപ്പിക്കുന്നവർ വീണ്ടും തുടരട്ടെ. അതൊക്കെ നല്ലതാണ്. ഒക്കെ നല്ലത് തന്നെയാണ്. എല്ലാം തുടരട്ടെ. പക്ഷെ അതെല്ലാം വേണ്ട രീതിയിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രീക്വൻസി റെഡി ആവണം. ഫ്രീക്വൻസി എന്ന് എല്ലാവരും പറയും. എന്താണ് ഫ്രീക്വൻസി? ഇതാണ് ആ ഫ്രീക്വൻസി. നിങ്ങൾ അതേ ലെവലിൽ വന്ന് ആ വൈബ്രേഷനിൽ ഇരുന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യണം. ആ വൈബ്രേഷനിൽ ഇരിക്കണമെങ്കിൽ ഈ പണി നടക്കണം ആദ്യം. അല്ലാതെ നടക്കൂലെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തെങ്കിലും നടന്നാൽ പോരാ, എല്ലാം നടക്കണം. എല്ലാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടക്കണം. എന്ന് വെച്ചാൽ എല്ലാം ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ആഗ്രഹിക്കൂല. നിങ്ങളെല്ലാം ആഗ്രഹിക്കൂല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അത് നിങ്ങൾക്ക് തരും. അത് ഓരോരുത്തരും വ്യത്യസ്ത സമയത്തായിരിക്കും അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുക. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. അപ്പൊ ആവശ്യമുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ചറിയാനാണ് ഈ യുക്തിബോധവും ബുദ്ധിയും മാറ്റി വെച്ചിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്യുന്നത്. ഓക്കെ. മഴയും ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരു മെസ്സേജ് ഇട്ടേ. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്രോസസ്സിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സിന് ശേഷം നിങ്ങളുടെ എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാം. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിന്റെ ശക്തി കൂട്ടുന്ന ഒരു സോൾ അവേക്കനിങ് പ്രോസസ്സാണ്. നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ മന്ത്രിക്കുകയോ മന്ത്രങ്ങൾ ഉരുവിടുകയോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് കണ്ണടച്ച് ചുമ്മാ ഇരുന്നാൽ മാത്രം മതി. ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സോളുകളെല്ലാം ഒരുമിച്ച് ഒരേ കണക്ഷൻ ആവുകയും ആ കണക്ഷൻ ഒരു ജനറേറ്റർ വഴി ഒരു പവർ ഹൗസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പവർ ആസ്വദിക്കാൻ കഴിയുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. എവിടെ വേണമെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാം. ഒന്നും ഒരു തടസ്സമല്ല. ജസ്റ്റ് നിൽക്കുകയാണെങ്കിൽ കണ്ണടച്ച് നിൽക്കുക, ഇരിക്കുകയാണെങ്കിൽ കണ്ണടച്ച്. മുദ്രയും ഇങ്ങനത്തെ മുദ്രകളൊന്നും പിടിക്കണ്ട. വെറുതെ കൈ ഇങ്ങനെ നിവർത്തി വെച്ച് ചുമ്മാ കണ്ണടച്ചിരുന്നാൽ മതി. ഞാൻ പറയും, വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളും ഉണ്ട്. ഒന്നും ചെയ്യണ്ട, വെറുതെ കണ്ണടച്ച് ചുമ്മാ ഇരിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഞാനെന്ന ഭാവത്തെയും അഹങ്കാരത്തെയും അസൂയയെയും കാപട്യത്തെയും, ഞാൻ എന്തൊക്കെയോ പഠിച്ചതാണ്, ഞാൻ എന്തൊക്കെ അറിഞ്ഞതാണ്, ഞാൻ എന്തൊക്കെയോ നേടിയതാണ്, ഞാൻ എന്തൊക്കെയോ ഈ വയസ്സിനുള്ളിൽ അറിഞ്ഞു നേടി എന്നുള്ള എല്ലാത്തിനെയും എടുത്ത് സമർപ്പിക്കുക. സറണ്ടർ ചെയ്യുക.